അതിമനോഹരമായ ഒരു ചെറിയ ഗ്രാമം. പച്ചിപ്പും കതിരണിഞ്ഞ പാടങ്ങളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ ആ ഗ്രാമത്തിന്റെ ഒരറ്റത്തായിരുന്നു രാഘവന്റെയും സുഭദ്രയുടെയും കൊച്ചുവീട്. വെയിലു കായുന്ന വൈകുന്നേരങ്ങളിലും മഴ ചാർന്ന സായാഹ്നങ്ങളിലും ആ വീട് സ്നേഹത്തിന്റെ വിളക്കുകൾ കൊണ്ട് പ്രകാശമായിരുന്നു. രാഘവനും സുഭദ്രയ്ക്കും 2 ആൺമക്കളാണ്. മൂത്തവൻ വിവേക്, ഇളവൻ പ്രവീൺ. ഈ 2 മക്കളും ആ കുടുംബത്തിന്റെ കണ്ണിലുണികളായിരുന്നു. വിവേക് എന്ന യുവാവ് മണ്ണിനെ സ്നേഹിച്ചവനാണ്. ഗ്രാമത്തിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ വീഴ്ത്തി അവൻ കൃഷി ചെയ്തു വന്നു. കൃഷിപ്പണികൾക്കിടയിൽ കിട്ടുന്ന സമയം അവൻ ഗ്രാമചന്തക്ക് സമീപമുള്ള ചെറിയൊരു പലചരക്ക് കടയിലും ചെലവഴിച്ചു. അവന്റെ ആത്മാർത്ഥതയും സൗമ്യതയും ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വലിയ മതിപ്പായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും അവൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. അതേസമയം പ്രവീൺ പഠനത്തിലും ബുദ്ധിയിലും വളരെ മുന്നിലായിരുന്നു. തന്റെ ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൊണ്ട് നഗരത്തിലെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അവൻ നല്ലൊരു ജോലി സ്വന്തമാക്കി. നഗരത്തിന്റെ തിരക്കുകളിലും ആധുനികതയുടെ ചടുലതയിലും ജീവിക്കുമ്പോഴും അവന്റെ മനസ്സ് എപ്പോഴും തന്റെ ഗ്രാമത്തിലെ ആ കൊച്ചു വീട്ടിലായിരുന്നു. ഓരോ മാസവും ശമ്പളം ലഭിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം പണം മാറ്റിവെച്ച് ബാക്കി മുഴുവൻ തുകയും അവൻ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. നാട്ടിലെ മാതാപിതാക്കൾക്കും സഹോദരനും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. രാഘവന്റെയും സുഭദ്രയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി അവർ കരുതിയത് തങ്ങളുടെ മക്കളെയായിരുന്നു. അയൽക്കാർ പലപ്പോഴും രാഘവനോട് പറയാറുണ്ടായിരുന്നു, രാഘവ, നിന്റെ ഭാഗ്യം സമ്മതിക്കണം. ഒരു മകൻ വീടിന്റെ ഐശ്വര്യമായി ഗ്രാമത്തിൽ നിൽക്കുന്നു. മറ്റവനാവട്ടെ നാടിനു പുറത്തു പോയി കുടുംബത്തിന്റെ അഭിമാനം ഉയർത്തുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുഭദ്രയുടെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ തിളക്കം കാണാമായിരുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്നത് അവരുടെ മക്കളുടെ ഒത്തൊരുമയിലാണെന്ന് അവർ വിശ്വസിച്ചു. പിന്നെയും കാലം മുന്നോട്ട് നീങ്ങി. വർഷം 2017 അത്. ആ വീടിന്റെ ഐശ്വര്യം ഇരട്ടിയാക്കിക്കൊണ്ട് വിവേകിന്റെ വിവാഹം നിശ്ചയിച്ചു. സമീപത്തുള്ള ഒരു ജില്ലയിൽ നിന്നുള്ള ലതിക എന്ന പെൺകുട്ടിയായിരുന്നു വധുവായി എത്തിയത്. വിദ്യാഭ്യാസവും സൗമ്യതയും ഒത്തിണങ്ങിയ ലതിക ആ വീട്ടിലേക്ക് കടന്നു വന്നതോടെ വീടിന്റെ അന്തരീക്ഷം കൂടുതൽ ഉന്മേഷഭരിതമായി. പുലർച്ചെ എഴുന്നേറ്റ് അമ്മയുടെയും അച്ഛന്റെയും പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന ലതിക ആ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറി. വിവേക് കടയിൽ പോയി കഴിഞ്ഞാൽ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ അവൾ ഏറ്റെടുത്തു. വിവേക് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ലതിക ഒരു കപ്പ് ചായയുമായി അവനെ കാത്തു നിൽക്കുമായിരുന്നു. അവരുടെ ദാമ്പത്യം ലളിതമായിരുന്നു, എങ്കിലും ആഴമുള്ള സ്നേഹം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. താമസിയാതെ ആ വീടിന്റെ മട്ടുപാവിലേക്ക് സന്തോഷത്തിന്റെ ഒരു വസന്തം കൂടി കടന്നു വന്നു. ലതികയും വിവേകും ഒരു ആൺകുഞ്ഞിന്റെ മാതാപിതാക്കളായി. രാഘവനും സുഭദ്രയും അപ്പൂപ്പനും അമ്മൂമ്മയുമായി. അവരുടെ ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും ആ കൊച്ചുകുഞ്ഞിന്റെ ചിരിയിൽ നിറഞ്ഞു നിന്നു. എല്ലാ ദിവസവും രാവിലെ കുഞ്ഞിന്റെ കളിയും ചിരിയും കൊണ്ട് ആ വീട് നിറഞ്ഞു കവിഞ്ഞു. പ്രവീൺ നഗരത്തിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ അതൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. ലതിക പ്രവീണിന് അവന്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പാകം ചെയ്ത് വിളമ്പുകയും അവർ 2 പേരും സഹോദരങ്ങളെ പോലെ കുശലം പറയുകയും ചെയ്തു. അസൂയ തോന്നാവുന്ന അത്രയും മനോഹരമായ ഒരു ജീവിതം ആ കുടുംബം നയിച്ചു വരികയായിരുന്നു. ജീവിതം അതിന്റെ ഏറ്റവും മനോഹരമായ താളത്തിലായിരുന്നു. എന്നാൽ കാലത്തിന്റെ ഗതി ഏത് ദിശയിലേക്കാണ് തിരിയുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അപ്രതീക്ഷിതമായി ആ കുടുംബത്തിന്റെ മേൽ ഇടുത്തി പോലെ ഒരു ദുരന്തം വന്നു ചേർന്നു. അത് ജൂലൈ മാസത്തിലെ ഒരു ദിവസമായിരുന്നു. ആകാശത്ത് കരിമേഘങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പ്രകൃതി അല്പം അസ്വസ്ഥയായിരുന്നു. രാവിലെയോടെ തുടങ്ങിയ നേരിയ മഴ ഉച്ചയായപ്പോഴേക്കും ശക്തമായി. തന്റെ കൃഷിയിടത്തിൽ വിളവുകൾ പാകമായി വരുന്ന സമയം. അവയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി വിവേകിന് അന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. ഭാര്യ ലതിക അടുക്കളയിൽ അവന്റെ ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അവൾ പതിവിലും വൈകിയപ്പോൾ ഓരോ 5 മിനിറ്റിലും ജനൽ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഗ്രാമത്തിലെ നാട്ടുകാർ പരിഭ്രാന്തരായി രാഘവന്റെ വീട്ടിലേക്ക് ഓടിവരുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് എന്തോ വലിയ ആപത്ത് സംഭവിച്ചതിന്റെ ഭീതി നിഴലിച്ചിരുന്നു. ലതികയുടെ നെഞ്ച് വല്ലാതെ പിടക്കാൻ തുടങ്ങി. അയൽവാസിയിൽ ഒരാൾ കിതച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, രാഘവൻ, വേഗം വരൂ, വിവേക് പാടത്ത് ബോധരഹിതനായി കിടക്കുകയാണ്. ആ വാർത്ത കേട്ടതും ആ കുടുംബത്തിന്റെ ലോകം തകർന്നടിഞ്ഞു. രാഘവനും നാട്ടുകാരും ചേർന്ന് വിവേകിനെ വേഗത്തിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വഴിനീളെ സുഭദ്രയും ലതികയും അവന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വിധിക്ക് മറ്റൊന്നായിരുന്നു തീരുമാനം. ആശുപത്രിയിലെത്തിച്ച ഉടൻ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവരുടെ മുഖത്ത് നിരാശയുടെ നിഴൽ വീണു.
കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ അവിചാരിതമായി ഒരു വിഷപ്പാമ്പ് അവനെ കടിച്ചിരുന്നു. വിഷം ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പടർന്നിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വിവേകിന്റെ മരണം ആ വീട്ടിലെ വിളക്ക് അണച്ചു കളഞ്ഞു. സുഭദ്ര നെഞ്ചത്തടിച്ചു കരഞ്ഞു. രാഘവൻ തളർന്ന് ഒരിടത്തിരുന്നു പോയി. ലതികയുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. തന്റെ എല്ലാമായിരുന്ന താൻ സ്വപ്നം കണ്ട ജീവിത പങ്കാളി അപ്രതീക്ഷിതമായി തന്നിൽ നിന്ന് വേർപിരിഞ്ഞ ആ നിമിഷം അവൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മരവിച്ച മിഴികളുമായി അവൾ തന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിനരികിലിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങി. എന്നാൽ ദുരന്തം അവിടെ അവസാനിച്ചില്ല. മരണത്തിന്റെ വേദനയേക്കാൾ വലുതായി സമൂഹം നൽകിയ മുറിവുകളായിരുന്നു ലതികയെ കാത്തിരുന്നത്. ഗ്രാമത്തിലെ ചില ആളുകൾ സങ്കടത്തിന് പകരം വിധിയെ പഴിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും തുടങ്ങി. ലതിക ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ഈ കുടുംബത്തിന് കേടുകൾ സംഭവിച്ചു തുടങ്ങിയെന്ന് ചിലർ അടക്കം പറഞ്ഞു. പതിയെ പതിയെ അത് ഒരു പരദൂഷണമായി മാറി. ലതികയെ ഒരു അപശകുനമെന്ന് അവർ വിളിക്കാൻ തുടങ്ങി. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്ന ക്രൂരമായ അവസ്ഥ. ആദ്യം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന സുഭദ്ര പതിയെ നാട്ടുകാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങി. തന്റെ മകന്റെ മരണത്തിന് കാരണം ലതികയാണെന്ന ചിന്ത അവളിൽ വളർന്നു. പതുക്കെ പതുക്കെ ലതികയുടെ നേർക്കുള്ള പെരുമാറ്റം മാറി. അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന കുറ്റപ്പെടുത്തലുകൾ ലതികയുടെ ഓരോ ചലനത്തെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളർന്നു. കുഞ്ഞു കരഞ്ഞാൽ പോലും അത് ലതികയുടെ കുറ്റമാണെന്ന് അമ്മായിയമ്മ വാദിച്ചു. ദിവസേനയുള്ള തല്ലും വഴക്കും അധിക്ഷേപങ്ങളും ലതികയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി. അവൾ മിണ്ടാതെ എല്ലാം സഹിച്ചു. പട്ടിണിയും പരിഭവവും നിറഞ്ഞ ദിനങ്ങൾ. രാഘവൻ തന്റെ മകന്റെ വേർപാടിൽ തകർന്നു പോയതുകൊണ്ട് ഒന്നിനും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. മരുമകളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ലതിക ഒരു പാവം പെൺകുട്ടിയായിരുന്നു. മാതാപിതാക്കൾക്ക് താൻ ഒരു ബാധ്യതയാകരുത് എന്ന് കരുതി അവൾ സ്വന്തം വീട്ടിലേക്ക് പോലും മടങ്ങാൻ ആഗ്രഹിച്ചില്ല. പകൽ മുഴുവൻ കഠിനാധ്വാനവും ചെയ്ത് രാത്രിയിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അവളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുമായിരുന്നു. ലതികയുടെ ഈ അവസ്ഥ ആ വീടിന്റെ ഐശ്വര്യം കെടുത്തിക്കളഞ്ഞു. സ്നേഹത്തിന്റെ വിളക്കുകൾ അണഞ്ഞുപോയ ആ വീട്ടിൽ ഇപ്പോൾ വെറുപ്പിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പുക മാത്രമായിരുന്നു. ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണ് സമൂഹം വേട്ടയാടുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയായി ആ വീട് മാറിത്തീർന്നു. ലതിക ഓരോ നിമിഷവും ഒരു മരണത്തിന് തുല്യമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഗ്രാമത്തിലെ വീടിപ്പോൾ ലതികക്ക് സ്നേഹം നൽകുന്ന ഇടമായിരുന്നില്ല. മറിച്ച് ഓരോ നിമിഷവും മരണതുല്യമായ വേദനകൾ മാത്രം നൽകുന്ന ഒരു തടവറയായിരുന്നു. അമ്മായി അമ്മയുടെ കുറ്റപ്പെടുത്തലുകളും നാട്ടുകാരുടെ പരിഹാസവും ലതികയുടെ ആത്മാഭിമാനത്തെ പൂർണ്ണമായും തകർത്തിരുന്നു. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞുപോയിരുന്നു. കണ്ണുകൾ എപ്പോഴും നീരുവീങ്ങി ചുവന്നിരുന്നു. വിവേകിന്റെ വേർപാടിനേക്കാൾ വലിയൊരു ദുരന്തമായിരുന്നു ആ വീട്ടിലെ ഓരോ ദിവസവും അവൾക്ക് സമ്മാനിച്ചത്. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ പോലും അതിനെ ഒരു അപശകുനമായി കാണുന്ന സുഭദ്രയുടെ ക്രൂരത ലതികയെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിരുന്നു. ഈ സമയത്താണ് നഗരത്തിൽ ജോലി ചെയ്തിരുന്ന പ്രവീൺ കുറച്ചു ദിവസത്തെ അവധിയെടുത്ത് നാട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോൾ താൻ കണ്ട കാഴ്ചകൾ അവനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ സ്നേഹത്തോടെ കണ്ടിരുന്ന ആ വീടിപ്പോൾ വെറുപ്പിന്റെയും പകയുടെയും കൂടാരമായി മാറിയിരിക്കുന്നു. ലതികയെ കസേരയിൽ ഇരിക്കാൻ പോലും അനുവദിക്കാതെ ഓരോ കാര്യത്തിനും അവളെ അധിക്ഷേപിക്കുന്ന സുഭദ്രയെ കണ്ട് പ്രവീണിന്റെ രക്തം തിളച്ചു. വിവേക മരിച്ചുപോയെങ്കിലും ലതിക തന്റെ സഹോദരന്റെ പത്നിയാണ്. തന്റെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന ബോധം പ്രവീണിനുണ്ടായിരുന്നു. തന്റെ ചേച്ചിയെ പോലെ കണ്ടിരുന്ന ലതികയുടെ ഈ ദയനീയാവസ്ഥ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു രാത്രി ആരും കാണാതെ ലതിക തേങ്ങിക്കരയുന്നത് അവൻ കേൾക്കാനിടയായി. പ്രവീൺ പതിയെ അവൾക്കരികിലേക്ക് ചെന്നു. ലതികയുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ മനസ്സ് തകർന്നുപോയി. എന്തിനാണ് ചേച്ചി ഇതെല്ലാം സഹിക്കുന്നത്? ഈ വീടിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് സ്നേഹമല്ല, മറിച്ച് മാനസികമായ പീഡനം മാത്രമാണ്. ലതിക ഒന്നും പറയാതെ തലകുനിച്ചു നിന്നു. അവളുടെ മനസ്സിൽ ഭയം മാത്രമായിരുന്നു. സമൂഹം എന്തു പറയും? താൻ ഇറങ്ങിപ്പോയാൽ തന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്ന ആശങ്ക. പ്രവീൺ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഈ നരകത്തിൽ ലതികയെയും തന്റെ കുഞ്ഞു അനന്തരവനെയും ഇനിയും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ തന്റെ അമ്മ സുഭദ്രയോട് ശക്തമായി സംസാരിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ അന്ധവിശ്വാസങ്ങളെ അവൻ ചോദ്യം ചെയ്തു. അമ്മേ, ഒരു സ്ത്രീയുടെ ജീവിതം ഇത്രത്തോളം ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? ഏട്ടൻ മരിച്ചതിൽ നമുക്കെല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ അതിന് ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് ഏത് നീതിയാണ്? പ്രവീണിന്റെ ശബ്ദത്തിലെ കാഠിന്യം സുഭദ്രയെ താൽക്കാലികമായി നിശബ്ദയാക്കി. എന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയേ ഉണ്ടായുള്ളൂ.
അടുത്ത ദിവസം പ്രവീൺ ലതികയോട് പറഞ്ഞു, ചേച്ചി, ഇനിയും ഇവിടെ തുടർന്നാൽ നിങ്ങളും കുഞ്ഞും മാനസികമായി തകർന്നു പോകും. ഞാൻ നിങ്ങളെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ നിങ്ങൾക്കും കുഞ്ഞിനും ഒരു പുതിയ ജീവിതം തുടങ്ങാം. ലതിക ആദ്യം വിസമ്മതിച്ചു. സമൂഹം ഈ ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണും? ഒരു വിധവയായ സഹോദര ഭാര്യയെ അനിയൻ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നാട്ടുകാർ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അവൾ ഭയന്നു. എന്നാൽ നരകത്തിൽ കിടന്ന് നശിക്കുന്നതിനേക്കാൾ നല്ലതാണ് പുറം ലോകത്ത് പോയി തല ഉയർത്തി ജീവിക്കുന്നതെന്ന് പ്രവീൺ അവൾക്ക് ബോധം നൽകി. അങ്ങനെ ഒരു പുലർച്ചെ ലതിക താൻ നെയ്തെടുത്ത എല്ലാ വേദനകളും ആ വീട്ടിൽ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് പ്രവീണിനൊപ്പം ആ ഗ്രാമത്തോട് വിട പറഞ്ഞു. ഗ്രാമത്തിലെ നാട്ടുകാർ കൗതുകത്തോടും പുച്ഛത്തോടും കൂടി നോക്കി നിൽക്കെ അവർ കാറിൽ കയറി നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ലതികയുടെ കണ്ണുകളിൽ അപ്പോഴും ഒരു നേരിയ ഭയമുണ്ടായിരുന്നു. എങ്കിലും പ്രവീണിന്റെ സാന്നിധ്യം അവൾക്ക് ചെറിയൊരു ധൈര്യം നൽകി. ഗ്രാമത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ലതിക മനസ്സിനുള്ളിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം നൽകണമേ. നഗരത്തിന്റെ തിരക്കുകളിലേക്ക് എത്തുമ്പോൾ ലതികക്ക് തോന്നി താൻ ഒരു പുതിയ ലോകത്തേക്കാണ് കാലെടുത്തു വെക്കുന്നത് എന്ന്. എന്നാൽ അവിടെയും പ്രതിസന്ധികൾ അവസാനിച്ചിരുന്നില്ല. തന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ പ്രവീണെടുത്ത ഈ തീരുമാനം വരാനിരിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്നവർക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ഗ്രാമത്തിലെ അക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് ലതിക രക്ഷപ്പെട്ടിരുന്നു. പ്രവീണിന്റെ ഈ പ്രവൃത്തി വലിയൊരു മാനസികതയുടെ തെളിവായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അത് സമൂഹത്തിന്റെ കണ്ണുകളിൽ ഒരു ചോദ്യചിഹ്നവുമായി മാറി. ആ യാത്ര ലതികയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. നഗരത്തിന്റെ ചലനാത്മകതയും തിരക്കുകളും ലതികക്ക് ആദ്യം ഒരു പുതിയ ലോകമായിരുന്നു. ഗ്രാമത്തിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഒരു ശ്വാസം വിടാൻ കഴിഞ്ഞുവെന്ന ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. പ്രവീൺ നഗരത്തിൽ താൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിനടുത്തായി ലതികക്കും കുഞ്ഞിനുമായി ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തു നൽകി. ലതികയുടെയും കുഞ്ഞിന്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ അവൻ വലിയ ശ്രദ്ധ കാണിച്ചു. ഓരോ സഹോദരൻ എന്നതിലുപരി ഏറ്റവും വലിയൊരു സംരക്ഷകനായി അവൻ ലതികയുടെ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ആശ്വാസത്തിന്റെ നാളുകൾ അധികകാലം നീണ്ടുനിന്നില്ല. ഗ്രാമത്തിൽ നിന്ന് മാറി നഗരത്തിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ അയൽവാസികളുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ ലതികയുടെയും പ്രവീണിന്റെയും മേൽ പതിഞ്ഞു. ഒരു വിധവയും അവളുടെ ഭർത്താവിന്റെ അനിയനും ഒരുമിച്ച് നഗരത്തിൽ താമസം തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ളവർക്ക് അതൊരു വലിയ വാർത്തയായി. നഗരത്തിലെ ആധുനികതയുടെ ആവരണത്തിനുള്ളിലും മനുഷ്യരുടെ മനസ്സിലെ സങ്കുചിതമായ ചിന്താഗതികൾ അപ്പോഴും മാറിയിരുന്നില്ല. പലരും പ്രവീണിനെ കണ്ടാൽ കൗതുകത്തോടെയും പുച്ഛത്തോടെയും നോക്കി. ചിലർ പരസ്യമായി തന്നെ അവനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഭർത്താവ് മരിച്ച ചേട്ടന്റെ ഭാര്യയെ ഇങ്ങനെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയാണോ? ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പ്രവീൺ പതറിയെങ്കിലും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ലതികയെ ഒരു ചേച്ചിയെ പോലെ പരിപാലിക്കുകയും അവൾക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തന്നെ സമൂഹം തെറ്റിദ്ധരിക്കുന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ലതികയായിരുന്നു. അവൾ പുറത്തിറങ്ങാൻ പോലും മടിച്ചു. അപ്പുറത്തെ ഫ്ലൈറ്റിലെ സ്ത്രീകൾ അവളോട് സംസാരിക്കാൻ വിമുഖത കാണിച്ചു. ചിലർ അവളോട് പരസ്യമായി പരിഹാസ വാക്കുകൾ പറഞ്ഞു. പ്രവീണിന്റെ സഹായത്തെ അവർ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. ലതികയുടെ ആത്മാഭിമാനം ദിവസം തോറും കീറിമുറിക്കപ്പെട്ടു. താൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിപ്പോയി. തന്റെ ഭർത്താവിന്റെ അനിയൻ തനിക്കൊരു സുരക്ഷിതത്വം നൽകാൻ ശ്രമിക്കുന്നത് എന്തിനാണ് സമൂഹം ഇത്ര തെറ്റായി കാണുന്നത് എന്നവൾ ചിന്തിച്ചു. പ്രവീൺ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ പലപ്പോഴും കാണുന്നത് ലതിക കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരുന്ന് കരയുന്നതാണ്. നഗരത്തിലേക്ക് വന്നത് ലതികയുടെ കഷ്ടപ്പാടുകൾ കുറക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ കൂടുതൽ മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രവീണിന് മനസ്സിലായി. അവൻ എപ്പോഴും ലതികയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ലതിക, ഇവരൊന്നും പറയുന്നത് കാര്യമാക്കണ്ട. നന്മ ചെയ്യുന്നവരെ സമൂഹമെന്നും ഇങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതാണ് പ്രധാനം. എന്നാൽ ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നവരുടെ സംസാരം അധികമായതോടെ അവസ്ഥ വഷളായി. ഫ്ലാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രവീണിനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകി. അവിടെയുള്ള കുടുംബങ്ങൾക്ക് ഇതൊരു പ്രശ്നമായി തോന്നുന്നുവെന്ന് അവർ പറഞ്ഞു. ജോലി സ്ഥലത്തും പ്രവീണിന് ചില പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. തന്റെ സഹപ്രവർത്തകർ പോലും അർത്ഥഗർഭമായ ചിരിയോടെ അവനോട് ചോദിക്കാൻ തുടങ്ങി, എന്താ പ്രവീൺ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇതൊക്കെ അവന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. ലതിക തകർന്നു പോകുകയായിരുന്നു. പ്രവീണിന്റെ ജീവിതം കൂടി തന്റെ പേരിൽ കളങ്കപ്പെടുകയാണോ എന്ന് അവൾ ഭയപ്പെട്ടു. പ്രവീൺ, നമ്മൾ തിരിച്ചു പോകണോ, അതോ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കണോ? നിങ്ങളുടെ ജീവിതം കൂടി ഇവർ നശിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ, ലതിക കണ്ണീരോടെ ചോദിച്ചു.
പ്രവീൺ നിസ്സഹായനായി നിന്നു. അവൻ ലതികയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ സമൂഹം ഉയർത്തുന്ന ഈ വേലിക്കെട്ടുകൾ ഭേദിക്കാൻ അവന് എളുപ്പമായിരുന്നില്ല. അവർ രണ്ടുപേരും ശരിക്കും പെട്ടുപോയി. പ്രവീണിന്റെ നിസ്വാർത്ഥമായ കരുതൽ ലതികയുടെ ദുരന്തപൂർണമായ വിധിയുമായി കൂട്ടിയിടിച്ചപ്പോൾ സമൂഹം അതിനെ ഒരു തെറ്റായ ബന്ധമായി മുദ്രകുത്തി. അവരുടെ മനസ്സിന്റെ നന്മയും സ്നേഹവും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. ലതികയുടെ ആത്മാഭിമാനവും പ്രവീണിന്റെ ധാർമ്മികതയും ഒരേ സമയം അപമാനിക്കപ്പെട്ടു. തങ്ങളുടെ സ്നേഹത്തിന് ഒരു പേര് നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർ നിന്നു. മുന്നോട്ടൊരു വഴി കാണാതെ സമൂഹത്തിന്റെ കപട സദാചാരത്തിന്റെ മുന്നിൽ അവർ രണ്ടുപേരും ശരിക്കും പകച്ചു നിന്നുപോയി. എന്താണ് ഇനി പോം വഴിയെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ലതികയുടെയും പ്രവീണിന്റെയും സ്നേഹത്തിനും കരുതലിനും ഈ സമൂഹത്തിൽ ഒരു ഇടമുണ്ടാവില്ല എന്ന ചോദ്യം മാത്രം ആ ഫ്ലൈറ്റിലെ ഇരുളിൽ ബാക്കിയായി. സമൂഹത്തിന്റെ കപട സദാചാരത്തിന്റെ ചങ്ങലകൾ ലതികയെയും പ്രവീണിനെയും ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരുന്നു. അവർ പരസ്പരം സഹായിക്കുന്നത് പോലും വലിയൊരു തെറ്റായി ആളുകൾ വ്യാഖ്യാനിച്ചു. ഒരു രാത്രി ലതിക പ്രവീണിനോട് ചോദിച്ചു, പ്രവീൺ, നമ്മൾ ചെയ്യുന്ന നന്മക്ക് ഈ സമൂഹം നൽകുന്ന വില ഇതാണോ? നിങ്ങൾ എന്തിനാണ് എന്നെയും മകനെയും സംരക്ഷിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്റെ പേരിൽ നിങ്ങളുടെ ജീവിതം കൂടി ഇല്ലാതാകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ലതികയുടെ വാക്കുകളിൽ കടുത്ത നിരാശയും സങ്കടവും ഉണ്ടായിരുന്നു. അവൾക്ക് തോന്നി താൻ മരിച്ചാൽ പോലും പ്രവീണിന്റെ ജീവിതം സുരക്ഷിതമാകില്ലെന്ന്. അന്ന് പ്രവീൺ ലതികയോട് ഒരു വലിയ സത്യം തുറന്നു പറഞ്ഞു. ലതിക, ഈ സമൂഹം നമ്മളെ നോക്കുന്നത് ഒരു കണ്ണാടിയിലൂടെയാണ്. ആ കണ്ണാടിയിൽ നന്മയേക്കാൾ കൂടുതൽ അവർക്ക് കാണാൻ കഴിയുന്നത് അവരുടെ തന്നെ മനസ്സിലെ അഴുക്കാണ്. നമ്മൾ എന്തിനാണ് അവരെ ഭയക്കുന്നത്? എനിക്ക് നിന്നെയും നിന്റെ മകനെയും സംരക്ഷിക്കണം. ഒരു സഹോദരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലും എനിക്കത് എന്റെ കടമയാണ്. പക്ഷേ ഈ സമൂഹം നമ്മുടെ ഈ ബന്ധത്തിന് ഒരു പേര് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് വിവാഹിതരായാലോ? പ്രവീണിന്റെ വാക്കുകൾ കേട്ടതും ലതിക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിർദ്ദേശമായിരുന്നു അത്. അവൾ പെട്ടെന്ന് തന്നെ അത് എതിർത്തു. പ്രവീൺ, നിങ്ങൾ ഈ പറയുന്നത് അമിതമായ ഒരു ആവേശത്തിന്റെ പുറത്താണ്. എന്നെയും എന്റെ മകനെയും സംരക്ഷിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ കാരുണ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ വിവാഹം കഴിച്ചാൽ സമൂഹം നിങ്ങളെയും ബഹിഷ്കരിക്കും. നിങ്ങളുടെ ജോലി പോലും അപകടത്തിലായേക്കാം. എനിക്കതിന് കഴിയില്ല. ഞാൻ സഹിച്ച വേദനകൾക്ക് പകരം നിങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. പ്രവീൺ അവളെ നിർബന്ധിക്കാൻ നോക്കിയെങ്കിലും ലതിക വഴങ്ങിയില്ല. ഇതൊരു വികാരത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ല, പ്രവീൺ പക്വതയോടെ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒരു സഹോദര സഹോദരി ബന്ധമായി തന്നെ തുടരുന്നതാണ് നല്ലത്. സമൂഹം എന്തു പറഞ്ഞാലും അതൊരു സത്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും തെളിയിക്കേണ്ടതില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ രാത്രി ലതികയുടെ തീരുമാനത്തിൽ പ്രവീൺ മൗനിയായി. ദിവസങ്ങൾ കടന്നുപോയി. നഗരത്തിലെ ആ ഫ്ലൈറ്റ് സമുച്ചയത്തിൽ നിന്നും ലതികയും പ്രവീണും അനുഭവിച്ച മാനസിക സമ്മർദ്ദം അതിരുകടന്നു. ഫ്ലാറ്റ് അസോസിയേഷനിൽ നിന്നുള്ള സമ്മർദ്ദവും അയൽവാസികളുടെ പരിഹാസവും ദിവസവും ലതികയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താൻ കാരണം പ്രവീൺ കൂടി ഒറ്റപ്പെടുന്ന കാഴ്ച അവളിൽ വലിയൊരു കുറ്റബോധമുണ്ടാക്കി. പ്രവീൺ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ അവന്റെ മുഖത്തെ മ്ലാനത ലതികയെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ ഈ അവസ്ഥ മാറ്റാൻ പ്രവീൺ എത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും അവൻ സമൂഹം ഉയർത്തുന്ന ഓരോ അമ്പും നെഞ്ചു തുറന്ന് വാങ്ങുകയാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഏറെ നാളത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ലതികയുടെ മനസ്സ് മാറിത്തുടങ്ങി. താൻ കാരണം പ്രവീൺ ഇനിയും അധിക്ഷേപങ്ങൾ കേൾക്കരുത് എന്ന് അവൾ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി പ്രവീൺ വീണ്ടും അതേ വിഷയം എടുത്തിട്ടപ്പോൾ ലതിക അവനെ നോക്കി. ആ കണ്ണുകളിൽ ഇത്തവണ ഭയത്തിനു പകരം ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. പ്രവീൺ, നിങ്ങൾ പറഞ്ഞത് ഞാൻ ആലോചിച്ചു. എന്റെ നിർബന്ധം കാരണം നിങ്ങളുടെ ജീവിതം കൂടി ഇല്ലാതാകുന്നത് ശരിയല്ല. നമുക്ക് ഈ സമൂഹത്തെ നേരിടണം. അതിന് നിങ്ങൾ പറയുന്നതാണ് ഏക വഴിയെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്, ലതിക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പ്രവീണിന്റെ കണ്ണുകളിൽ ആ നിമിഷം വലിയൊരു ആശ്വാസം നിറഞ്ഞു. അവർ രണ്ടുപേരും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സമൂഹത്തിന്റെ കപട സദാചാരത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ, തങ്ങളുടെ സ്നേഹത്തിന് നിയമപരമായ ഒരു പേര് നൽകാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ നഗരത്തിലെ ആ ചെറിയ ഫ്ലൈറ്റിൽ ഒരു പുതിയ പ്രകാശം പരന്നു. വേദനകളുടെയും കണ്ണീരിന്റെയും നാളുകൾക്ക് വിട നൽകി അവർ പുതിയൊരു ജീവിതത്തിന്റെ ആദ്യപടിയിലേക്ക് കാലെടുത്തു വെച്ചു. തങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന ഉത്തമ ബോധ്യത്തോടെ അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി. അങ്ങനെ ഒരു ലളിതമായ ചടങ്ങിലൂടെ ലതികയും പ്രവീണും വിവാഹിതരായി. തങ്ങളുടെ സ്നേഹത്തിന് നിയമപരമായി ഒരു പേര് നൽകുക എന്നതിലുപരി സമൂഹത്തിന്റെ മുമ്പിൽ
തല ഉയർത്തി ജീവിക്കാനുള്ള ഒരു കവചം കൂടിയായിരുന്നു ആ വിവാഹം. എന്നാൽ ആ വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വാർത്ത അറിഞ്ഞ ആദ്യ നിമിഷം പ്രവീണിന്റെ വീട്ടിലും ലതികയുടെ വീട്ടിലും വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടായി. തുടക്കത്തിൽ രാഘവനും സുഭദ്രയും പ്രവീണിന്റെ തീരുമാനത്തെ കഠിനമായി എതിർത്തു. നാട്ടുകാരുടെ പരിഹാസം അവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഇളയവൻ ചേട്ടന്റെ ഭാര്യയെ കെട്ടിയോ എന്ന ചോദ്യം അവരുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളയുമെന്നും അവർ ഭയന്നു. എന്നാൽ പ്രവീൺ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവൻ തന്റെ അച്ഛനയച്ച കത്തിൽ വളരെ വ്യക്തമായി എഴുതി, എന്റെ ചേട്ടന്റെ മരണശേഷം ലതികയും കുഞ്ഞും അനുഭവിച്ച ദുരിതങ്ങൾ ആരും കണ്ടില്ല. അവരെ സംരക്ഷിക്കാൻ എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. സ്നേഹത്തെക്കാൾ ഉപരിയായി ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും അന്തസ്സ് സംരക്ഷിക്കാനാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കത്തു വായിച്ച് പ്രവീണിന്റെ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയി. കാലം സാവധാനം സത്യത്തെ പുറത്തു കൊണ്ടുവന്നു. പ്രവീൺ നഗരത്തിൽ ലതികയെ എത്രത്തോളം ആദരവോടെയാണ് നോക്കുന്നതെന്നും ലതികയുടെ മകനെ അവൻ സ്വന്തം മകനായി സ്നേഹിക്കുന്നുവെന്നുമുള്ള വാർത്തകൾ ഗ്രാമത്തിൽ പതിയെ പടർന്നു. അപ്പോഴാണ് നാട്ടുകാരുടെ കപട സദാചാരത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണത്. ലതികയുടെ മാതാപിതാക്കൾക്കും തങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലായി. മകൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചും അവൾ ഒറ്റയ്ക്ക് അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ചും അറിഞ്ഞപ്പോൾ അവർക്ക് തങ്ങളുടെ ചെയ്തികളിൽ വലിയ കുറ്റബോധം തോന്നി. ഏറെ നാളത്തെ മൗനത്തിന് ശേഷം ഒരു ദിവസം പ്രവീണിന്റെ അച്ഛൻ രാഘവൻ അവരെ ഫോണിൽ വിളിച്ചു. വികാരനിർഭരമായ ആ സംഭാഷണത്തിൽ സുഭദ്ര പൊട്ടിക്കരഞ്ഞു. മകനെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. നാട്ടുകാരുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ നിന്നെയും ലതികയെയും ഒരുപാട് വേദനിപ്പിച്ചു. ആ പിഞ്ചു കുഞ്ഞിനെ പോലും ഞങ്ങൾ അപമാനിച്ചു. ഞങ്ങളോട് മാപ്പാക്കണം. ലതികയുടെ മാതാപിതാക്കളും അവളെ തിരിച്ചെടുക്കാൻ തയ്യാറായി. തങ്ങൾ ചെയ്ത വലിയ തെറ്റിനെ ലതികയോടും പ്രവീണിനോടും അവർ ക്ഷമാപണം നടത്തി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലതികയും പ്രവീണും മകനുമൊപ്പം വീണ്ടും ആ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഇത്തവണ അവർ എത്തിയത് ഒരു തെറ്റുകാരായല്ല, മറിച്ച് ആ കുടുംബത്തിന്റെ അഭിമാനവും സ്നേഹവും പേറുന്നവരായാണ്. ഗ്രാമത്തിലെ ആളുകൾ ആദ്യം സംശയത്തോടെ നോക്കിയെങ്കിലും പിന്നീട് ലതികയുടെയും പ്രവീണിന്റെയും ആത്മബന്ധം കണ്ട് അവർക്ക് ആദരവ് തോന്നി. സമൂഹം പടുത്തുയർത്തിയ വിലക്കുകളെ സ്നേഹം കൊണ്ടും ധൈര്യം കൊണ്ടും അവർ തകർത്തെറിഞ്ഞു. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കാൻ മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ലെന്നും ശരിയായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രതിസന്ധികൾ വഴിമാറുമെന്നും അവർ തെളിയിച്ചു. നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിച്ച ആ കുടുംബം പുതിയൊരു തുടക്കത്തിലൂടെ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തു. പ്രിയമുള്ളവരെ, ജീവിതം ഒരു വലിയ പാഠശാലയാണ്. അവിടെ ചിലർക്ക് വിധിയുടെ ക്രൂരതകൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റു ചിലർക്ക് സ്വന്തം ധർമ്മം കാത്തുസൂക്ഷിക്കാൻ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു. ലതികയുടെയും പ്രവീണിന്റെയും കഥ അവസാനിക്കുന്നത് സന്തോഷത്തോടെയാണ്. എന്നാൽ അത് വെറും ഒരു സന്തോഷം മാത്രമായിരുന്നില്ല. അത് നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും വിജയമായിരുന്നു. കാലം കടന്നുപോയതോടെ ഗ്രാമത്തിലെ ആളുകളുടെ മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. കപട സദാചാരത്തിന്റെ പേരിൽ ആളുകളെ വിധിക്കാൻ നടന്നവർ പോലും പ്രവീണിന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിനും ലതികയുടെ സഹനശക്തിക്കു മുന്നിൽ തലകുനിച്ചു. ആ ഗ്രാമം ലതികയെയും പ്രവീണിനെയും ഒരു ദമ്പതികളായി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ അടിത്തറ കാത്തു സൂക്ഷിച്ച ധീരരായ വ്യക്തികളായിട്ടാണ് പിന്നീട് കണ്ടത്. പ്രവീണിന്റെ സ്നേഹം ലതികയ്ക്ക് പുതിയൊരു ജീവിതം നൽകി. ലതികയുടെ കരുതൽ പ്രവീണിന് താൻ ചെയ്ത കർമ്മത്തിന്റെ സംതൃപ്തിയും നൽകി. വിവേകിന്റെ മകനാകട്ടെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് പ്രവീണിനെ ലഭിച്ചതോടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി അത് മാറി. ഏറ്റവും വലിയ സത്യം ഇതായിരുന്നു: സമൂഹം എന്നത് ഏതാനും ചില മനുഷ്യരുടെ കൂട്ടമാണ്. എന്നാൽ കുടുംബം എന്നത് സ്നേഹത്തിന്റെ ഇഴകൾ കൊണ്ട് നെയ്തൊരു ലോകമാണ്. ആ ലോകം തകരാതെ കാത്തുസൂക്ഷിക്കാൻ പ്രവീൺ കാണിച്ച ധൈര്യം മറ്റുള്ളവർക്കും ഒരു മാതൃകയായി. വേദനകളില്ലാത്ത ജീവിതമല്ല, മറിച്ച് വേദനകളെ അതിജീവിച്ച് ഒന്നിച്ചു നിൽക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയതെന്ന് അവർ തെളിയിച്ചു. സ്നേഹത്തിന് എല്ലാത്തരം അതിർവരമ്പുകളും ഭേദിക്കാൻ കഴിയുമെന്നും നന്മയ്ക്ക് ഒരിക്കലും തോൽവിയില്ലെന്നും ഈ കഥ നമ്മോട് വിളിച്ചു പറയുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കഥയുമായി വീണ്ടും കാണാം. നന്ദി.